ഫ്രണ്ട്സ്, സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഋഷി പറയാണ്, ക്യാഷ് കൈമാറാൻ എനിക്ക് വിശ്വാസമുള്ള ഒരാളുടെ മുന്നിൽ വെച്ച് തന്നെ ആകണം. ഇത് കേട്ട പ്രകാശ് ഗുണ്ടകളോട്, എങ്കിലേ നിനക്ക് വിശ്വാസമുള്ള ഒരാളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, അയാളെ ഇങ്ങോട്ട് വിട്ടേ. ത്യാഗരാജൻ അഭിനയിച്ചുകൊണ്ട് പറയാണ്, മോനെ ഋഷി, നീ എന്താണ് ഇവിടെ? എൻ്റെ ഇവന്മാർ കണ്ണുകെട്ടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോന്നതാ മോനെ. ഇവന്മാര് തട്ടിക്കൊണ്ടുപോയി വെച്ചിരിക്കുകയായിരുന്നു. അരുന്ധതി മേഡത്തെ അറിയിക്കണം. ഇത് കേട്ട പ്രകാശ്, അങ്ങനെയെങ്കിൽ 2 എണ്ണം ഇവിടെ നിന്നും ജീവനോടെ പോകില്ല. ത്യാഗരാജൻ പറയാണ്, എന്തായാലും നീ പേടിക്കേണ്ട, ഞാൻ നിന്നെ പുറത്തിറക്കാനുള്ള എല്ലാ സഹായവും ചെയ്യാം. ഋഷി ത്യാഗരാജനോട് പറയാണ്, അങ്കിളെ, ഇയാളെ വിശ്വസിക്കരുത്. ഇയാൾ പണമാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ പണം കൊടുത്താലും ഇയാൾ നമ്മളെ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല. ഇയാൾക്ക് മുകളിൽ മറ്റൊരു ബോസ് ഉണ്ട്. നന്ദനയും അപ്പുറത്തെ റൂമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവനും നന്ദനും കൂടിയിട്ടുള്ള കളിയാണെന്ന് തോന്നുന്നു. ഇത് കേട്ട പ്രകാശ് പറയാണ്, എന്താ രണ്ടാളും തമ്മിലൊരു പ്ലാനിങ് ആണോ? ത്യാഗരാജൻ, സാറേ, എന്തിനാ ഋഷിമോനെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുന്നേ? ഋഷിക്ക് പകരം എന്നെ പൂട്ടിയിട്ടോ? ഇവനെ വിട്ടയക്ക്. ഇവൻ അരുന്ധതി മേഡത്തിന്റെ മോനാണെന്നൊക്കെ പറയുമ്പോൾ. ഇത് കേട്ട പ്രകാശ്, ആരുടെ മോനാണെങ്കിലും ഞാനും എൻ്റെ ബോസും പറയുന്നത് മാത്രമേ ഇവിടെ നടക്കത്തുള്ളൂ. ഈ സമയത്ത് ഋഷി ദേഷ്യപ്പെട്ട് പ്രകാശിന്റെ കഴുത്തിൽ കയറി പിടിക്കുന്നുണ്ട്. ഇത് കണ്ട ത്യാഗരാജൻ പറയാണ്, ഋഷി മോനെ വേണ്ടടാ. സാറേ, ഇവന് പകരം എന്നെ ഇവിടെ വെക്കും. ഇവനെ വിട്ടയക്ക്. പ്രകാശ് ഗുണ്ടകളോട്, അതിന് നിന്നെ ഇവിടെ വിട്ടയച്ചിട്ട് വേണ്ടേ? ഇവനെ അപ്പുറത്തെ റൂമിൽ കൊണ്ടുപോയി കെട്ടിയിട്. എൻ്റെ മുന്നിൽ നിന്റെ വിളച്ചിലെടുക്കാനാണ് നിന്റെ തീരുമാനം എന്നുണ്ടെങ്കിൽ നിനക്ക് ആയുസും കൊണ്ട് നീ ഇവിടെ നിന്ന് തിരിച്ചു പോകില്ല. അടുത്ത രംഗത്തിൽ വസുന്ധരയും CA ഐസക്കും തമ്മിലുള്ള വാഗ്വാദമാണ് കാണിക്കുന്നത്. വസുന്ധര ഫയൽ വായിച്ച ശേഷം പറയാണ്, എന്തൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫയൽ. താങ്കൾക്ക് എൻ്റെ വക കൺഗ്രാജുലേഷൻസ്. ഇത് കേട്ട ഐസക്, താങ്ക് യു മാം എന്ന് പറയുന്നു. വസുന്ധര, തനിക്ക് നാണമില്ലടോ? ഇതുപോലെ LKG പിള്ളേരുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുത്താൽ മതി. കെട്ടുകഥയുള്ള ഈ ഫയൽ അവർ നിന്റെ മുഖത്തെറിഞ്ഞു തരും. എങ്ങനെ ഒരു കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകരുത് എന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടി വേണമെങ്കിൽ ഈ ഫയൽ ഉപയോഗിക്കാം. താൻ തൻ്റെ ആളുകൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. തൻ്റെ ഒരു മോളുണ്ടല്ലോ, പേരെന്താ? ഇസബെല്ലയോ? അവൾ എവിടെയുണ്ട്? ഐസക്, അത് എൻ്റെ ജ്യേഷ്ഠൻ്റെ മോളാണ്. അവൾ വിദേശത്താണ്, പഠിക്കാൻ വേണ്ടി പോയതാ. ഇത് കേട്ട വസുന്ധര, ഓ, ഇത്ര പെട്ടെന്നോ? എന്ത് പഠിക്കാനാ പോയത്? ഐസക്കിന് ഇതിന് മറുപടിയില്ല. ഇത് കണ്ട വസുന്ധര പറയാണ്, താനൊരു മികച്ച പോലീസ് ഓഫീസർ അല്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞു. അതുപോലെ മികച്ചൊരു കള്ളനാണെന്നും തെളിയിച്ചു. ഇത് കണ്ട ഐസക് കൈ ചൂണ്ടി ദേഷ്യപ്പെട്ടുകൊണ്ട് പറയാണ്, മാഡം, വീണ്ടും വീണ്ടും എന്നെ അങ്ങനെ അധിക്ഷേപിക്കല്ലേ. അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ ഉന്നയിക്കാൻ നിൽക്കേണ്ട. ഇത് കണ്ട വസുന്ധര, താൻ ആരുടെ മുന്നിലെ കൈ ചൂണ്ടുന്നതെന്ന് മനസ്സിലായില്ലേ? താനിപ്പോൾ ബ്ലാക്ക് ലിസ്റ്റിലുള്ള ഒരു പോലീസ് ഓഫീസറാണ്, മറക്കണ്ട. എൻ്റെ മുന്നിൽ കൈ ചൂണ്ടി സംസാരിക്കാൻ മാത്രം തനിക്ക് ധൈര്യമുണ്ടോ? ഇത് കണ്ട ഐസക്, സോറി മാഡം, എന്നോട് ക്ഷമിക്കണം. വസുന്ധര, ക്ഷമയൊന്നും വേണ്ട. പക്ഷേ ഈ കേസിന്റെ ഭാഗമായിട്ട് തന്നെയും അറസ്റ്റ് ചെയ്യേണ്ടി വരുമോ എന്നുള്ള ഒരു ഡൗട്ട് എനിക്കുണ്ട്. എണീറ്റ് പോകാനാ പറഞ്ഞത് എന്നുകൊണ്ട്. അടുത്ത രംഗം കാണിക്കുകയാണ്. ഭാർഗവിയും മുരളിയും ഫോണിലാണ് കാണിക്കുന്നത്. ദേവിക ഫോണിൽ, ഇപ്പോൾ എനിക്ക് ശരിക്കും മനസ്സമാധാനമായി ഗൗരി. കാരണം വസുന്ധര മേഡം മീര കേസിൽ വലിയൊരു വഴിത്തിരിവ് സൃഷ്ടിച്ച ആളാണ്. നന്ദുവിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ ദേവി, നിന്റെ പ്രാർത്ഥനകൾക്ക് എന്തായാലും ഫലമുണ്ടാകും. ഭാർഗവി മുരളിയോടായി പറയാണ്, എടാ മുരളി, നീ ഒന്ന് ലീവ് ആണെങ്കിൽ നമുക്ക് ബാങ്ക് വരെ ഒന്ന് പോകണം. കുടുംബശ്രീയിൽ നിന്നും കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട്. ലോണിന്റെ അവശേഷിക്കുന്ന തുക കേട്ടാം. ഇത് കേട്ട ഗൗരി അമ്മയോട് പറയാണ്, അമ്മയ്ക്ക് സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്. വസുന്ധര അമ്മയുടെ കേസ് അന്വേഷിക്കുന്നത്, അതാണ് സന്തോഷമുള്ള കാര്യം. ഭാർഗവി, ആരെന്തൊക്കെ പറഞ്ഞാലും ആ MLAക്കും പിന്നെ സിദ്ധാർത്ഥൻ സാറിനും യാതൊരുവിധ ചൂടുമില്ലല്ലോ. അവരാരും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പോലുമില്ല. എനിക്ക് എൻ്റെ പ്രഭക്കുഞ്ഞിൻ്റെ കാര്യം മാത്രമേ അറിയേണ്ടതുള്ളൂ. അടുത്ത രംഗത്തിൽ റോഷനും ഷിബുവും തമ്മിലുള്ള തർക്കമാണ് കാണിക്കുന്നത്. റോഷൻ ഋഷിയുടെ ഫ്രണ്ടാണ്. റോഷൻ പറയാണ്, ഋഷി എവിടെയാണെന്നും എന്താണെന്നും എന്തുകൊണ്ട് അരുന്ധതി മേഡം അന്വേഷിക്കാത്തത്? ആൻറ്റി വിചാരിച്ചാൽ എത്രയും പെട്ടെന്ന് ഋഷിയെ കണ്ടെത്താൻ പറ്റിയിരിക്കുമല്ലോ. ഷിബു, റോഷൻ, നീ കാര്യം അറിയാതെ സംസാരിക്കല്ലേ. ഋഷിയുടെ കാര്യം വിട്ടേക്ക്. നന്ദനെ തിരിച്ചു കിട്ടുന്ന നിമിഷം ഋഷിയെയും തിരിച്ചു കിട്ടും. ഇത് കേട്ട റോഷൻ, അപ്പോൾ നന്ദനെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നവർ തന്നെയാണോ ഋഷിയെയും മാറ്റി നിർത്തിയിരിക്കുന്നത്? ഞങ്ങളിത് വലിയ സമരമാക്കാൻ പോവുകയാണ്, മീഡിയാസിനൊക്കെ അറിയിക്കും. ഷിബു രഹസ്യം പരസ്യമാക്കുന്നു. വെറുതെ പുലിവാലുണ്ടാക്കല്ലേ. ഋഷിയെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് ഒരു ഗുണ്ട സംഘമല്ല, അത് ദേവികയാണ്.
ഇത് കേട്ട റോഷൻ ഷോക്കായിക്കൊണ്ട് പറയാണ്, എന്ത് ദേവികയോ? അവരെങ്ങനെ ഇത് ചെയ്യുന്നു? ഷിബു പറയാണ്, നന്ദനെ തിരിച്ചു കിട്ടിയാലേ ഋഷിയെ കിട്ടുള്ളൂ എന്നുള്ള അജണ്ട വെച്ചിരിക്കുകയാണ് ദേവിക. അതുകൊണ്ട് നിങ്ങൾ ഇനി ആരും പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ട. എങ്കിൽ പിന്നെ അവളെ ഞങ്ങളൊന്ന് കാണുന്നുണ്ട്. അടുത്ത രംഗത്തിൽ ഋഷിയുടെ ഫ്രണ്ട്സ് ദേവികയെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, ഞങ്ങൾ ഋഷിയുടെ ഫ്രണ്ട്സാണ്. ദേവികയാണ് ഋഷിയെ മാറ്റി നിർത്തിയിരിക്കുന്നത് എന്ന് ഞങ്ങൾ അറിഞ്ഞു. ഇത് കേട്ട ദേവിക, അത് പിന്നെ ഞങ്ങൾക്കറിയില്ല. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പോലീസുമായിട്ട് ബന്ധപ്പെടും. ഇത് കേട്ട അവൻ്റെ ഫ്രണ്ട്സ് പറയാണ്, അതൊന്നും പറ്റില്ല. ഈ നിൽക്കുന്ന സിദ്ധാർത്ഥൻ ഇതിനൊക്കെ പുറകിലുണ്ട്. ഇത് കേട്ട സിദ്ധാർത്ഥൻ ദേഷ്യപ്പെട്ട് അവരെ അടിച്ചുകൊണ്ട് പറയാണ്, മര്യാദയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലടാ നിനക്കൊക്കെ. എൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകാൻ വന്നതും എൻ്റെ മകനെ ശ്വാസം മുട്ടിച്ചതുമൊക്കെ നിങ്ങളല്ലേടാ. ദേവിക വീട്ടിലെത്തിയ ശേഷം ശാരികയോട് പറയാണ്, ചേച്ചി ഇത് പ്രശ്നമാകും. ഋഷിയുടെ ഫ്രണ്ട്സ് മീഡിയാസിനെ അറിയിക്കുകയാണെങ്കിൽ എല്ലാവരും കുടുങ്ങും. നമ്മൾ എന്തിനാ കുടുങ്ങുന്നേ? ഋഷിയെ തട്ടിക്കൊണ്ടുപോയെന്ന് ചേച്ചി പറഞ്ഞില്ലേ? ദേവിക, അത് വെറും ആരോപണം മാത്രമല്ലേ? അതുപോലെ ഋഷി മരിച്ചെന്ന് പറഞ്ഞ് അരുന്ധതി മേഡം സത്യങ്ങൾ മൂടിവെച്ചില്ലേ? അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടുള്ള ആരോപണമാണെന്ന് ഞാൻ ഇപ്പോൾ വരുത്തി തീർത്തോളം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിനായി എല്ലാവരും കാത്തിരിക്കുക.